സെയ്ഫ് അസാധാരണമായ പല സംഭവങ്ങൾക്കുമാണ് ഇന്നിപ്പോൾ സഭ സാക്ഷിയായത്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ സ്പീക്കറുടെ ഡയസിൽ കയറിയുള്ള പ്രതിഷേധത്തിൽ നടപടി വേണമെന്ന് നിയമസഭാ കക്ഷി യോഗത്തിൽ ആവശ്യമുയർന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ പ്രതിപക്ഷത്തിനെതിരെ എന്ത് നടപടിയിലേക്കായിരിക്കും കടക്കുക? അതൊരു വരും ദിവസങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട വിഷയമായി ഇത് ഉയർത്തിക്കൊണ്ടുവരാനാണ് അമൃത തീരുമാനിച്ചിരിക്കുന്നത്. സ്പീക്കറുടെ ഡയസിൽ കയറി അങ്ങനെ ഒരു പ്രതിഷേധം സാധാരണഗതിയിൽ ഉണ്ടാകാറില്ല. ഡയസിന് മുന്നിൽ നിന്ന് മുദ്രാവാക്യം വിളിക്കാറുണ്ട്, ബാനറുകളും പ്ലക്കാർഡുകളും എല്ലാം ഉയർത്താറുണ്ട്. അത് സാധാരണ സഭാ സമ്മേളനത്തിന്റെ ഒരു പ്രതിഷേധത്തിന്റെ രീതി അതാണ്. മുൻപ് ഡയസിൽ കയറിയുള്ള പ്രതിഷേധം നമ്മൾ കണ്ടിട്ടുള്ളത് കെ.എം. മാണി ബജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് ഇപ്പോഴത്തെ ഭരണപക്ഷവും അന്നത്തെ പ്രതിപക്ഷവുമായ LDFന്റെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധമായിരുന്നു. അന്ന് കസേര അടക്കം വലിച്ചെറിഞ്ഞ് കൊണ്ട് വലിയ പ്രതിഷേധം നടക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഇപ്പോഴാണ് സ്പീക്കറുടെ ഡയസിലേക്ക് കയറിയുള്ള പ്രതിഷേധം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഡയസിൽ കയറി പ്രതിഷേധിച്ച രണ്ടുപേരുണ്ട്. അത് IC ബാലകൃഷ്ണൻ കയറാൻ വേണ്ടി ശ്രമിച്ചിരുന്നു, മാത്യു കുഴൽനാടൻ, അൻവർ സാദത്തുമുണ്ട്. അവർക്കെതിരെ നടപടി വേണം എന്ന ആവശ്യമാണ് LDFന്റെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഉണ്ടായത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിന് മറുപടി നൽകിയത് സ്പീക്കറുമായി കൂടിയാലോചിച്ച് അതിനകത്ത് തീരുമാനമെടുക്കാം എന്നുള്ളതാണ്. ഈ ബാനറുകൾ ഉയർത്തി മുഖം പറിച്ചുകൊണ്ടുള്ള പ്രതിഷേധം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് MLA മാർ പറഞ്ഞിട്ടുണ്ട്. അതിനകത്തൊരു നടപടിയിലേക്ക് പോകാനുള്ള സാധ്യതകൾ നിലനിൽക്കുകയാണ്. കാരണം അസാധാരണം വിധമുള്ള പ്രതിഷേധമാണ് നമ്മൾ ഇന്ന് സഭയിൽ കണ്ടത്. വരും ദിവസങ്ങളിൽ പ്രതിപക്ഷത്തെ അതേ രീതിയിൽ തന്നെ നേരിടുക എന്ന തന്ത്രത്തിലേക്ക് LDFന്റെ പാർലമെന്ററി പാർട്ടി കൂടി എത്തിച്ചേരുന്നുണ്ട്. ഏത് രീതിയിലാണോ ഭരണപക്ഷത്തെ പ്രതിപക്ഷം കൈകാര്യം ചെയ്യുന്നത് അതേ അറ്റാക്കിംഗ് മോഡിൽ തിരിച്ചും അറ്റാക്ക് ചെയ്യാം. അത് മന്ത്രിമാരായാലും MLA മാരായാലും ആരായാലും അങ്ങനെ തന്നെ സമീപിക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് കൂടി LDF എത്തിച്ചേരുകയാണ്. എന്തായാലും ഈ വിഷയം ഇവിടെ കൊണ്ട് കെട്ടടങ്ങുന്നില്ല. ഇനി 7 ദിവസമുണ്ട് സഭ. 7 ദിവസവും സഭ പ്രക്ഷുബ്ധമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അമൃത. ശരി, സെയ്ഫ് സൈനുലാബ്ദീനാണ് വിവരങ്ങൾ നൽകിയത്.